സാറേ, കഴിഞ്ഞ 2 ദിവസമായിട്ട് സിനിമാ മേഖലയെ ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വെളിയുന്നതിന്റെ പേരിൽ ഇപ്പൊ വലിയ തർക്ക വിതർക്കങ്ങൾ നടക്കുന്നുണ്ട്. അനുകൂലിച്ചും പ്രതികൂലിച്ചും, പരിഹസിച്ചും വിമർശിച്ചും. അതിനൊക്കെ കാരണങ്ങളുണ്ട്. ഇവർ ഞാനൊക്കെ പ്രതികരിക്കുന്നതിൽ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. അപ്പോൾ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ഈ പരാതി കൊടുത്ത നടിമാർ. കാരണം അവർക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. ഭാവിയിൽ സിനിമാ മേഖലയിലേക്ക് വരാൻ കാത്തു നിന്നിരുന്ന സ്ത്രീകൾക്കും ഇതൊരു ഒരു വലിയ പ്രതീക്ഷയായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഈ ചൂഷണത്തിനൊക്കെ ഒരു പരിധി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഉണ്ടാവും. അത് ഈ റിപ്പോർട്ടിൽ കൂടെ വെളിപ്പെടും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോൾ റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് ഇത് വാലും തുമ്പും ഇല്ലാത്ത റിപ്പോർട്ടായിപ്പോയി എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ? അല്ല, ഇതിപ്പോ ആകെപ്പെടെ കുഴഞ്ഞു പറഞ്ഞ ഒരു സാഹചര്യമാണ് ഈ റിപ്പോർട്ട് വരുത്തി വെച്ചത്. ഒരു കമ്മീഷനെ എങ്ങനെ നിയോഗിക്കണം എന്ന് അറിഞ്ഞുകൂടാത്ത സർക്കാരല്ല ഇപ്പോൾ വിശേഷിച്ച് നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് ആകെപ്പെടെ കുഴഞ്ഞു പറഞ്ഞു, എല്ലാവരും സംശയത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. മലയാള സിനിമാ സമൂഹം മുഴുവൻ സംശയത്തിന് നിലയിലാണ്. ആരെ കണ്ടാലും ഈ ഉടുത്തൊരുങ്ങി പോകുന്ന സ്ത്രീ അല്ലെങ്കിൽ ഉടുത്തൊരുങ്ങി പോകുന്ന പുരുഷൻ, എല്ലാവരും ഈ സംശയത്തിന്റെ കണ്ണുകൊണ്ടാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അത് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. ഇതിന്റെ ബേസിക്കലി ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, ഇതിനൊരു ജുഡീഷ്യൽ പവറുള്ള കമ്മീഷൻ അല്ല. ഇപ്പൊ ജുഡീഷ്യൽ പവറുള്ള കമ്മീഷൻ അല്ലാത്തത് കൊണ്ട് പ്രോസിക്യൂഷന് ഇതിൽ കൊടുത്തിരിക്കുന്ന മൊഴികൾ തെളിവായി എടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവിടെ പോയി പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ കഴിയുന്നില്ല. വനിതാ കമ്മീഷൻ ഏതാണ്ട് മൗനത്തിലാണ്. അവരും ഏതാണ്ട് ഇതേ രീതിയിലാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ കരച്ചിലുകൾ കേൾക്കാൻ വേണ്ടി മാത്രം ഒരു കമ്മീഷൻ കരച്ചിലുകൾ കേട്ടു. ഇത് തന്നെ ആ കമ്മീഷൻ അംഗം വളരെ ദുഃഖത്തോടു കൂടി അവർ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കരച്ചിൽ കണ്ടും കേട്ടും മടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയേറെ ഭീകരമായ പുറം ലോകം ചർച്ച ചെയ്തിരുന്ന ചില ഗോസിപ്സ് ഉണ്ടല്ലോ, ആ ഗോസിപ്സിന്റെ ഒരു മൂർത്ത രൂപം അതിനകത്ത് സംഭവിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് വാസ്തവത്തിൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു പറയുന്നത്. പക്ഷെ ഈ റിപ്പോർട്ടിന്മേൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വളരെ വിചിത്രം. ഇതൊരു റിപ്പോർട്ടേ അല്ല വാസ്തവത്തിൽ. കാരണം അങ്ങനെ പറയേണ്ടി വരുന്നു. കാരണം ഈ പ്രതികളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഇതിനകത്ത് ഇല്ലാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഈ അത് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ കുറെ പേജുകൾ മാറ്റി വെച്ചു. അതാണ് എന്റെ വിഷയം. ഇപ്പോ നിയമവിദഗ്ധരുടെ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണുള്ളത്. ഈ വസ്തുതകൾ മതി കേസെടുക്കാൻ എന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ പേര് പറയണമെന്ന് നിർബന്ധമില്ല, ഈ വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെ കേസെടുക്കാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കേസെടുക്കാനേ കഴിയില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷെ ആ വിഭാഗത്തിനായിട്ട് ഇപ്പൊ മുൻതൂക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ താരപദവി ലഭിച്ച എല്ലാവരും ഒരർത്ഥത്തിൽ എല്ലാവരെയും കുറ്റക്കാരാണെന്നാണ് കണക്ക്. എല്ലാവരും ഈ അശ്ലീലകരമായിട്ടുള്ള ഈ ലൈംഗിക വിഷയം മാത്രമല്ല ഇത് വാസ്തവത്തിൽ. ഇതിനകത്ത് ഇപ്പൊ മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം, ഒരാൾ കാരവിനകത്ത് കിടന്ന് ഉറങ്ങുന്നു, ഇവിടെ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളകത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അതും വളരെ കുറ്റകരമായ ഒരു അനാസ്ഥയാണ്. അതിന്മേൽ പോലും നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുമ്പോൾ എല്ലാം ഈ ലൈംഗികതയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു സംഭവം അല്ല വാസ്തവത്തിലുള്ളത്. പലപ്പോഴും ആയിരിക്കാം, പക്ഷെ എങ്കിലും നമ്മൾ അത് ശരിയല്ലല്ലോ. ഇപ്പൊ എല്ലാത്തിനെയും ഈ ലൈംഗികമായ അത്തരത്തിൽ തന്നെ കാണുക എന്ന് പറയുന്നത് അത് ശരിയല്ല വാസ്തവം. അത് ഒഴിച്ചു നിർത്തിയ അത് മെയിനായിട്ടുള്ള വിഷയം അതവിടെ നിൽക്കട്ടെ. ശാരീരികമായ ചൂഷണം നിൽക്കട്ടെ, കഥ തട്ടിയെന്നും ബുദ്ധിമുട്ടിയെന്നും ഒറ്റയ്ക്ക് അമ്മമാരില്ലാതെ പോകാൻ കഴിയില്ല എന്നും. പക്ഷെ അങ്ങനെ കൊണ്ടുവന്ന അമ്മമാരുണ്ടെന്നും വളരെ വിചിത്രമായി ഇതൊക്കെ നാട്ടുകാർ ഇതിനു മുമ്പ് വളരെ കൃത്യമായി തന്നെ ഗോസിപ്സുകളിലൂടെ ഇതൊക്കെ പറഞ്ഞിരുന്നു. സിനിമ മേഖല ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇതിൽ വളരെ ദയനീയമായ ഒരു ചിത്രം എന്ന് പറയുന്നത്, രാജ്യത്ത് നടാടെ ഒരു ഇത്തരത്തിലുള്ള കമ്മീഷനെ വെക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ ഒന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന വളരെ പരിഹാസമായൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലൂടെ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ മലയാളത്തിന് അഭിമാനിക്കാം. നമ്മൾ ഇങ്ങനെ ഒരു കമ്മീഷൻ വെച്ചു, മലയാള സിനിമാ രംഗത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഒരു കമ്മീഷൻ നിലവിൽ വെച്ചു. ആ കമ്മീഷൻ, പക്ഷെ കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇല്ല. അപ്പൊ പിന്നെ അതിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യും. അല്ല സാറേ, ഇതിന്റെ ഇപ്പൊ ഒരു മലയാളത്തിൽ ആദ്യമായിട്ട് ഞാനൊരു നടപടി എടുത്തു എന്ന് പറയുന്നു. ആ നടപടി ഇപ്പൊ എന്താ അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടായത്? നേരത്തെ സാറ് തന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ ആളുകളെയും വെറുതെ സംശയത്തിലാക്കാൻ പറ്റിയെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് വിശേഷിച്ചൊരു പ്രയോജനം ഉണ്ടായിരുന്നു. അതാണ് എന്റെ ഉദ്ദേശശുദ്ധിയെ ഇപ്പൊ ചോദ്യം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത്. രണ്ടാമത്തൊരു വശം, ഇപ്പൊ നിലവിലുള്ള പുതിയ നിയമസമിതികൾ BNS എന്ന് പറഞ്ഞ നിയമസമിതി പ്രകാരം ഈ ഒരു സ്ത്രീ
താൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ കേസ് റിപ്പോർട്ട് പോലും വേണ്ട. വെളിയിൽ നിന്നൊരു സ്ത്രീ വിളിച്ചു പറഞ്ഞാൽ പോലും കേസെടുക്കുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം. മാത്രം പുതിയ ന്യായസംഹിതയിലെന്ന് പറയും. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ കേസെടുക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഒരു ജസ്റ്റിസ്, എന്തായാലും ജസ്റ്റിസ് ആണല്ലോ, ഒരു കമ്മീഷനാണ്, ജുഡീഷ്യൽ നോൺ ജുഡീഷ്യൽ വിഷയമല്ലല്ലോ. ഒരു കമ്മീഷന് മുമ്പേ കുറച്ച് അധികം സ്ത്രീകൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പീഡിപ്പിക്കപ്പെട്ടു, ഏത് തരത്തിലും ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നിലവിലുള്ള സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്ന നിയമങ്ങൾ അനുസരിച്ചിട്ട് ഒരു ഒരു നിയമ നടപടി ഉണ്ടാവേണ്ടതല്ലേ? അങ്ങനെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ജുഡീഷ്യൽ കമ്മീഷൻ, ആ കമ്മീഷന് അതിനുള്ള അധികാരപരിധി ഇല്ല എന്നുള്ള ഒരു വാദമാണ് ഇപ്പൊ വരുന്നത്. സർക്കാരിനാകാം, ഒന്നുകിൽ സർക്കാർ ചെയ്യണം. അപ്പൊ ആ വാദം പറഞ്ഞിട്ടാണ് സർക്കാർ മാറി നിൽക്കുന്നത്. അതിന് മറ്റൊരു വശവും കൂടി ഉണ്ട് ഇതിനകത്ത്. എന്തായാലും ഒരു 50-50 60 പിന്നെ സ്ത്രീകൾ ഇതിനകത്ത് വന്ന് കരഞ്ഞ് പിന്നെ അവരുടെ ദയനീയ അവസ്ഥ പറഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്ക് മറ്റൊരു കാര്യം എനിക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ കരച്ചിൽ ഒരിക്കലും ഒരു ആയുധമല്ല. അത് ഈ പാവപ്പെട്ട നമ്മുടെ സൗകര്യം വരുന്നോട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, പവർ ഗ്രൂപ്പ് ഉണ്ട്, പവർ ഗ്രൂപ്പ് ഇല്ല. ഇപ്പൊ പിന്നെ അന്തരിച്ചു പോയ പിന്നെ തിലകന്റെ ചില വീഡിയോകൾ ഇപ്പോൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതൊരു മേഖലയിൽ ഈ പവർ ഗ്രൂപ്പ് ഒക്കെ കാണും. ചോദ്യം ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്തരം വിഷയങ്ങൾ. സിനിമയെ കുറിച്ച് സ്ട്രോങ് ആയിരിക്കും, സിനിമയെ കുറിച്ച് ശക്തമായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമുക്ക് സ്ത്രീകളോട് പറയാനുള്ളത് മാത്രമാണ്, അസുഖം നിങ്ങൾ കരച്ചിലിരിക്കുന്ന ഒരു ആയുധമല്ല. എത്ര നാൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും? പേര് പറയാൻ അവർക്ക് മടി, പേടി എന്ന് പറഞ്ഞാൽ നാളെ സുരക്ഷിതമല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ സുരക്ഷിതമായി പേര് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം ഉറക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. അപ്പൊ ആ സർക്കാരിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അതിന് മുൻകൈയെടുത്തിറങ്ങണം. അതിലും ഈ സ്ത്രീകൾക്ക് പിന്നെ ഉറപ്പില്ല. അപ്പൊ അവർ ഒറ്റപ്പെടും, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അട്ടിമറിക്കപ്പെടും. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയാണ് പറയാത്തത്. അപ്പൊ ഇതിൽ പറയാതിരിക്കുന്നതിന് കാരണം പേര് പറഞ്ഞു പക്ഷെ പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് ഭാവിയിലുള്ള അവരുടെ ജീവിത സൗകര്യങ്ങൾ ഇത് ബാധിക്കുമെന്നുള്ളത്. അങ്ങനെ ഈ മൊഴി കൊടുത്തവർ തന്നെയാണോ ഇത് പബ്ലിഷ് ചെയ്യുന്നത്? ഒരു സ്ത്രീ പറഞ്ഞല്ലോ സ്വകാര്യതയെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതേപോലെയാണോ എഴുതിയിരിക്കുന്നത്? സമ്മർദ്ദത്തിന്റെ മേലെ ആകാം ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും സ്ത്രീകൾ ഒരു സ്റ്റെപ്പ് കൂടി, പുതിയ കാലമാണ്. ഇപ്പോ മറുഭാഗം ഉന്നയിക്കുന്ന ഒരു വാദം ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല, ഒരു ചെറുടെ തൂക്കി അടിക്കും, നേരെ പറയും, ഒക്കെ പറയും. പക്ഷെ അതിന് കഴിയാത്ത കുട്ടികളുമുണ്ട്. അപ്പൊ അവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ നാളെ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ എന്നോടൊപ്പം നിൽക്കുമെന്നും സർക്കാരിനോടൊപ്പം നിൽക്കുമെന്നും അത് ഇരയോടൊപ്പം നിൽക്കുമെന്നും, അല്ലാതെ നമ്മുടെ ഇരയുടെ പേര് മാത്രം പറയായിരുന്നത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? നാട്ടുകാർക്കെല്ലാം അറിയാം ഇത്. പക്ഷെ എങ്കിൽ പോലും സ്ത്രീ എപ്പോഴും വീണ്ടും അത് പിന്നെ സ്ത്രീയായി തന്നെ അവരെ ഒതുക്കപ്പെടുന്നു അവര്. അപ്പൊ അതിന് ഒരു മാറ്റം വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാർ ഇവർ വലിയ പവർ ഗ്രൂപ്പ് ഒന്നുമല്ല. ഇവർ ഈ ചില പ്രത്യേക ചൂഷണം ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില പ്രത്യേക താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം അത്തരം താല്പര്യക്കാരെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ടുള്ള പവർ ഗ്രൂപ്പാണ് ഇത്. കച്ചവടമാണ് സാർ. അതിൽ വേറൊരു വിഷയം കൂടി ഉള്ളത്, ഈ റിപ്പോർട്ടിൽ തന്നെ ഇപ്പൊ ഈ നടിമാരെ ഉപദ്രവിക്കുന്നതിനേക്കാൾ അപ്പുറം വളരെ ഗുരുതരമായ 1-2 മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് മാഫിയയാണ് എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. നേരത്തെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു മാഫിയയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതായത് നിർമ്മാതാക്കളുടെ ഈ റിപ്പോർട്ടിൽ തന്നെ നിരന്തരം മാഫിയ നിർത്തൽ കേട്ടില്ല, പക്ഷെ മട്ടാഞ്ചേരി മാഫിയ വളരെ വ്യാപകമായിട്ടുണ്ട്. കാരണം കള്ളപ്പണം ഒളിപ്പിക്കുന്നതിന്റെ ഒരു സംഘം, വലിയൊരു സംഘമുണ്ട്, ചില വലിയ നടന്മാരൊക്കെ അതിന്റെ പിന്നിലുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ നിർമ്മാതാക്കളുടെ കാര്യം. അവരാണ് പണം മുടക്കുന്നത്. സിനിമയിൽ ആരാണോ പണം മുടക്കുന്നത് അവനാണ് രാജാവ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ചില താല്പര്യമുള്ള ചില നിർമ്മാതാക്കൾ ചേർന്നിട്ട് അവര് ഒരു ക്രിമിനൽ സംഘമായിട്ട് മാറി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ കരച്ചിലിനപ്പുറം പ്രതികരിക്കാൻ ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ശവശരീരമായിരിക്കും വെടി വരിക. അതുകൊണ്ടായിരിക്കും സംഭവം. അതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇവർക്ക് ഇപ്പോൾ സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള നിയമ സംവിധാനങ്ങളുടെയും പോലീസിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ പിന്നോക്കം സ്വാഭാവികമായി സംഭവിക്കുന്ന സ്ഥിതിയാണ്. ഇപ്പോൾ ക്രിമിനൽ സംഘങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്ക് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് നമുക്ക് മനസ്സിലായി. അപ്പൊ ആ നക്സസ് ഉണ്ട്, ആ ഒരു ബന്ധം ശക്തമാണ്. അത് ഇവിടെയും എവിടെയും ഉണ്ട്. പക്ഷേ സിനിമ മേഖലയിൽ കൂടുതലായിരിക്കും. മറ്റൊരു ചോദ്യം, ഈ സിനിമയായി നേരിട്ട് ബന്ധമുള്ള ആളുകൾ സർക്കാരിന്റെ ഭാഗത്തുണ്ട്, മന്ത്രിയായിട്ടുമുണ്ട്, MLA-മാരായിട്ടുമുണ്ട്. ഇങ്ങനെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് സർക്കാർ ഈ സിനിമാ മേഖലയോട് ഒരു ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ മനോഭാവം? അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെല്ലാം പിന്നെ മരുന്ന് ഈ പരാതി പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അവരൊന്ന് തുറന്നു പറഞ്ഞു നോക്കട്ടെ. 2 പേര് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയട്ടെ, ഈ കിടക്ക പങ്കിട്ടുകൊണ്ട് പങ്കിട്ടാൽ പോലും എനിക്ക് ഒരു അഭിനേത്രി ആവണം എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുമുണ്ട്, അതിനെ എതിർക്കുന്ന ആൾക്കാരുമുണ്ട്.
ഇപ്പൊ വളരെ മോശപ്പെട്ട പലരും മുഖം കാണിച്ച് പുറത്ത് പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ വാതിൽ മുട്ടി എന്നൊക്കെ എത്രയും പേര് പറയുന്നു. സോഷ്യൽ മീഡിയ കിടക്കുകയാണ് നമുക്ക് സഹായത്തിന്. അപ്പൊ അങ്ങനെ പലരും അഭിപ്രായം കൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവര് കൃത്യമായും തന്നെ ഈ അഭിപ്രായം ഈ കരഞ്ഞു പറഞ്ഞ ആൾക്കാർ നാളെ പുറത്ത് വന്ന് നോക്കട്ടെ. ഇവര് ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞതുപോലെ രണ്ട് പിന്നെ പ്രമുഖരായ ആൾക്കാർ, അതായത് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നു, നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോലും വിചാരിച്ച് നടക്കാത്ത കാര്യങ്ങളാണ്. ആ കാലഘട്ടം മാറിക്കഴിഞ്ഞിരിക്കുന്നത്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന രണ്ട് പ്രമുഖരുണ്ട്. നിങ്ങൾ ആരുടെങ്കിലും പേര് ഉറപ്പായി പറഞ്ഞു പറഞ്ഞാൽ അവിടെ തീരാവുന്ന പ്രശ്നമുള്ളൂ. പവർ ഗ്രൂപ്പ് അപ്പൊ കുത്തിപ്പൊട്ടിക്കപ്പെടും. അന്ന് ഈ ഊതിപ്പിരിപ്പിച്ച സംഭവങ്ങൾ എല്ലാം പൊളിയും, കുറച്ചു നാളത്തേക്കെങ്കിലും പൊളിയും. അല്ല, ആ പേരുള്ളവർ പറഞ്ഞല്ലോ, പക്ഷെ ആ റിപ്പോർട്ട് ഇനി അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ റിപ്പോർട്ട് അവിടെ തന്നെ ഇരിക്കും, ചിതൽ പിടിക്കും, പുറത്തു വരില്ല. ജുഡീഷ്യൽ കമ്മീഷന്റെ ജുഡീഷ്യൽ പവർ ഇല്ല, സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല, പോലീസൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനി അവർക്ക് ആരാണ് തുണ? അല്ല, അവിടെയാണ് ഈ പറഞ്ഞ ഈ സർക്കാരിന്റെ ഒളിച്ചുകളി വ്യക്തമാവുന്നത്. കാരണം ഈ മാറ്റിവെക്കട്ടെ 70 പേജ് സർക്കാർ പ്രസിദ്ധീകരിക്കട്ടെ, സർക്കാരിനെ വേണ്ടി സർക്കാർ പോലും പ്രസിദ്ധീകരിച്ചില്ല എന്നിരിക്കട്ടെ. അല്ല, എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കത്തില്ല? അതാണ് അതിലൊരു എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. കാരണം ഇവരൊന്ന് ഈ പറഞ്ഞ നടികൾ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ വന്ന് മാധ്യമങ്ങളുടെ പോയി പറയണമെന്ന് നമ്മളെ വാശി പിടിക്കുന്നത് ശരിയല്ല. കാരണം സ്വാഭാവികമായിട്ടും ഈ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവർക്കൊരു പബ്ലിക്കിന്റെ ഒപ്പം പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ കുറെ വർഷം കഴിഞ്ഞ് ചിലപ്പം ചെയ്തേക്കാം. കാര്യം മീറ്റൊക്കെ നമ്മൾ പിന്നെ കണ്ടതാണ്, 10 വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാം. പക്ഷെ ഇപ്പോൾ അവരുടെ കുടുംബം, ജീവിതം, മറ്റ് സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് പറഞ്ഞു തരില്ല. പക്ഷെ ഇത് അവരൊരു കമ്മീഷന്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. ആ 70 പേജ് സർക്കാർ തന്നെ പ്രസിദ്ധീകരിക്കണം. അപ്പൊ സർക്കാർ പിന്നെ ഇരയ്ക്ക് പോലെ വേട്ടക്കാർക്കൊപ്പം തെളിയുന്നു. സർക്കാരിന് ഈ താരപദവിയുള്ള നടന്മാരെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സർക്കാരിന്റെ ഒളിച്ചുകളി വളരെ വ്യക്തമാണ്. സർക്കാരിന്റെ മാത്രമല്ല, പല സംവിധാനങ്ങളിലെയും ഒളിച്ചുകളി ഇതിനകത്ത് വ്യക്തമാണ്. ഇപ്പൊ സ്വകാര്യതയുടെ പേര് പറഞ്ഞിട്ടാണ് ആ ഒളിച്ചുകളി, അതെല്ലാം ഉണ്ട്, നിലവിലുണ്ട്. അതൊന്നും നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷെ അപ്പോ ഞാൻ പരാതി പറയും, എനിക്ക് യാതൊരു നിർവാഹമില്ല, ആരും എന്റെ സഹായത്തിനെത്തുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഒന്നും ഇല്ല, ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ആളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അന്ന് വരും. അന്ന് സർക്കാർ ഏതാണ് പൊതുവേദിയിൽ എന്ന് പറയുന്നത്? പൊതുവേദിയിൽ ഒന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ ധൈര്യം കാട്ടിയാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഒരു സുരക്ഷയുള്ള ഒരു കമ്മിറ്റി ഇടുമ്പോ പറഞ്ഞിട്ട് അവർക്ക് അതിൽ ആ പറഞ്ഞ കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഒരു സംസ്ഥാനത്ത് എന്ത് ധൈര്യത്തിലാണെന്ന് വെളിയിലൊന്ന് പറയുക. ഞാൻ പറഞ്ഞില്ലേ, നിയമ സംവിധാനങ്ങൾ അവരുടെ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലുള്ള കുറവുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യണമെന്നാണ് ഇതിൽ പിന്നെ അവർ ആ മേഖല വിട്ട് പോകേണ്ടി വരും. മേഖല വിട്ട് പോകേണ്ടിരിക്കും. ജീവിതം സിനിമ മാത്രം കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാവുന്നുണ്ടോ? അങ്ങനെയില്ല. അപ്പൊ എനിക്ക് ആ ചോദ്യത്തിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം ഒരാൾക്ക് ഒരു ടാലന്റ് ഒരു പ്രത്യേക മേഖലയിലായിരിക്കും. അയാൾക്ക് അവിടെ പോയിട്ട് കുടുംബശ്രീ ജോലി ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അനുവദിക്കുന്നില്ലെങ്കിലോ നിൽക്കാൻ വയ്ക്കാതെ അവിടെയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. സർക്കാർ എന്ന സംവിധാനം ചെയ്യേണ്ടത് അവിടെയാണ് പ്രൊട്ടക്ഷൻ. 2 ICC എന്ന സംവിധാനം എൻ്റെ അകത്തുണ്ട്, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഒരു സാധനത്തുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ സാധനമുണ്ട്. ഈ ICCയിൽ സർക്കാരിന് നിയന്ത്രണമില്ല. സർക്കാരിന് ചലച്ചിത്ര അക്കാദമി ഉണ്ട്, KSFDC ഉണ്ട്. ഈ ചലച്ചിത്രം കൊണ്ട് ഒരുപാട് പണം സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുടെ വെൽഫെയറും കൂടെ സർക്കാർ നോക്കണ്ടേ, നേരിട്ട് ഇടപെടൽ നടത്തണ്ടേ? അത് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഇതിനു മുമ്പായി തന്നെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വേണ്ടി, ഇതിന് നിയമപരമായ പരിരക്ഷ നൽകാൻ സാധ്യമാകുന്ന ഒരു കമ്മിറ്റി വേണ്ടിയിരുന്നു വെക്കാൻ. അത് അവിടെ മുതൽ തുടങ്ങാണ് പ്രശ്നം. ഇപ്പൊ സർക്കാരിന്റെ വസ്തുതത്തിന് ആദ്യത്തെ പ്രതി അവരത് ചെയ്തില്ല. അവർക്കത് ചെയ്യാമായിരുന്നു, ചെയ്തില്ല. ഇനി അവർക്ക് ചെയ്യാം, ഇതെടുത്ത് വെച്ചാൽ അവർക്ക് ചെയ്യാം, അതും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടാണ്, ചില സമയത്ത് പുറത്ത് പറയാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഒരാൾ വന്നാൽ അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ 2 പേരുണ്ടെന്ന് പറയുന്നത് അവർ പക്ഷെ ഒരു കുറ്റം ചെയ്തതായിരിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ആരുടെയെങ്കിലും പേര് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള കെൽപ്പ് നാളെ അവർക്ക് ഉണ്ടാകട്ടെ. അല്ലാതെ കരച്ചിൽ ഇതിന് പരിഹാരമല്ല, കരച്ചിൽ ആയുധമല്ല. അതിന് പറ്റും നിയമ വഴികൾ, നമ്മുടെ രാജ്യത്ത് നിയമ വഴികളുണ്ട്, അതവർക്ക് സ്വീകരിക്കാം. അതിനും കഴിയാത്ത ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് വന്നാലുള്ള സ്ഥിതിയാണ് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, എന്തായാലും ഈ പറഞ്ഞതുപോലെ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് തൊഴിലിടത്തിൽ സ്ത്രീകൾ ഒരു പരിധിക്കപ്പുറം പീഡിപ്പിക്കപ്പെട്ടാൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യത്ത് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സർക്കാരിന്റെ സംവിധാനങ്ങളുള്ളത്, നിയമങ്ങളുള്ളത്, എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്. പക്ഷേ പലപ്പോഴും ഈ സ്ത്രീകൾ, ഈ പീഡന സ്ത്രീകൾ എന്തുകൊണ്ട് കരഞ്ഞു പോകുന്നു എന്നുള്ളതാണ് വലിയൊരു വിഷയം. എപ്പോഴും കരച്ചിൽ നിസ്സായയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ്. എല്ലാ സംവിധാനങ്ങളും എനിക്കെതിരെ അല്ലെങ്കിൽ ഒരു സംവിധാനം എന്നെ സഹായിക്കാനില്ല എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും കരയേണ്ടി വരിക. ആ കണ്ണുനീരിനെ തിരിച്ചറിയാനുള്ള ശേഷി ഇവിടുത്തെ ജനകീയ സർക്കാരിന് ഉണ്ടാവുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ടാവട്ടെ, നിയമ സംവിധാനം ഉണ്ടാവട്ടെ.